വിസ്ഡം മുജാഹിദ് വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ഒരേപോലെ തന്നെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന കേരളീയ മണ്ഡലത്തെയാണ് ആദർശ പ്രബോധന രംഗത്ത് നാം അഭിമുഖീകരിക്കുന്നത്. കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെ ഒരു കല്ലായിട്ടാണ് അങ്ങനെ ഒരു മുജാഹിദ് മനസ്സിലാക്കിയിട്ടുണ്ട്. ശബാബ് വാരികയിലാണ്. ഇതിൽ പറയുന്നു സംസമിൻ്റെ പോരിച്ച പറയുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. മർക്കസ് ദാവ വിഭാഗവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ എന്തിനാണ് CH മുസ്തഫ മൗലവിയെ കൊണ്ടുവരുന്നത് എന്നുള്ളത് മർക്കസ് ദാവക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അതിൻ്റെ ആണിക്കല്ല് അറുത്ത് തകർക്കുന്ന പുസ്തകമാണ്. സർവ്വവേദങ്ങളും സത്യമാണ് എന്നൊക്കെ പറയുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളതിൻ്റെ ഫോട്ടോ ഇവിടെ കാണാം. അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് CM മൗലവി ആലുവ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയുടെ ട്രഷറായി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഇതിന് അവതാരിക എഴുതിയെന്ന് മാത്രമല്ല, അവതാരികയിലാണ് എന്താ എഴുതിയത്? സർവവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. അതിരുവിട്ട ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ തന്നെ പാടില്ല. ഇത് പിന്നെ ഈ ആയത്തിനെ ഇത്തരം അജണ്ടയുമായി ഇറങ്ങിയ ആളുകളും അവരെ അനുകൂലിക്കുന്നവരൊന്ന് ഗൗരവത്തിൽ കാണും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ മൂസ സലാഹി സൂചിപ്പിച്ചല്ലോ. ബിദഅത്തുകളുമായി ബന്ധപ്പെട്ട് സമസ്തക്കാർ കൊണ്ടുവന്ന ഒട്ടനേകം കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? അതല്ല ശരി, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ ചര്യയും ഇതാണ്, ഹദീസുകൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാഹ് നടത്തിയവരാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്. ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ അറിയപ്പെട്ട ആളുകളാണ്. ആ ബിദഅത്തുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറ്റിയെടുത്ത ഒരു ചരിത്രം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാഹ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മുസലായി, ഇവിടെ ഇപ്പോൾ ഇസ്ലാഹ് എന്നുള്ള വിഷയം ചർച്ചയ്ക്കൊരു പ്രസക്തി എന്തുകൊണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഒരു മുജാഹിദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ, അഥവാ മർക്കസ് ദാവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിഭാഗത്തിൻ്റെ ഒരു അജണ്ട, വലിയൊരു അജണ്ട എന്ന് തന്നെ പറയാം. അവർ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിനൊന്ന് മാറ്റിയെടുക്കണം എന്നോർത്താണ് അവരുള്ളത്. പക്ഷേ ഇസ്ലാം വളരെ കാലികമാണ്. അതേപോലെ ഏത് പുരോഗതി കൈവരിച്ച കാലഘട്ടത്തിലേക്കും അനുകൂലമായ നിർദ്ദേശങ്ങളും പാഠങ്ങളുമാണ് ഇസ്ലാമിൻ്റെത്. ഇസ്ലാം അന്യൂനാണ്, ഒരു ന്യൂനത ഇസ്ലാമിലില്ല. ഇങ്ങനെയുള്ള ഒരു മതം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാഹിനെ തുടർന്ന് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാതെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന ഒരു അജണ്ടയിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ ഒരു ഊന്നൽ കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രത്യേക പ്രമേയമൊക്കെ പാസ്സാക്കി രംഗത്ത് വന്നിക്കുകയാണ്. കാലം തേടുന്ന ഇസ്ലാഹ് എന്നാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാലം തേടുന്ന ഇസ്ലാഹിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വിശദീകരിക്കപ്പെടും. 922 കാലം മുതൽ നമ്മുടെ കേരളത്തിൽ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പിന്നെ ഇസ്ലാം പഠിപ്പിച്ച റൂട്ടിലൂടെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇസ്ലാം നമ്മളോട് പറഞ്ഞത് വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബ്, അള്ളാൻ്റെ കിതാബിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ പിന്നെ നാം എന്ത് ചെയ്യൂല, ഇന്നാലാ നുളിയു അജറൽ മുസ്ലിഹീൻ, ഇങ്ങനെ നന്മ വരുത്തുന്ന ആളുകളുടെ പിന്നെ കൂലി നാം പാഴാക്കൂല എന്ന് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ മാതൃക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്വീകരിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഇസ്ലാഹ്, നന്മ വരുത്തുക. അപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാനായ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വാക്ക് എല്ലാവർക്കും അറിയണതാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധം നന്മ വരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്മ വരുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക തുടങ്ങി, അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ ഞാൻ കഴിവതും ശ്രമിക്കും, അതാണ് എൻ്റെ പണി എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം ആ സമൂഹത്തോട് പറഞ്ഞതാണ്. ഇത് എല്ലാ കാലത്തെ പ്രവാചകന്മാർ, ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും പിന്നെ നേരിട്ട വലിയൊരു പ്രശ്നം, കാരണം ഏറ്റവും വലിയ അഹങ്കാരികളെ അഭിമുഖീകരിച്ച 2 പ്രവാചകന്മാരാണ് അവർ. അവിടെയും ഈ ഇസ്ലാഹിൻ്റെ പ്രസക്തി ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ കാലത്തും ഫസാദ് ഉണ്ടാക്കുന്നവർ വഹാദാ കുല്ലു പിന്നെ മുഫ്സിദിൻ അമില അമലൻ, ഏതൊരു ഫസാദ് ഉണ്ടാക്കുന്ന ആൾ എന്ത് അമല് ചെയ്താലും വഹ്താല കൈദൻ, അവൻ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും ഔ അതാബി മക്കർ, അല്ലെങ്കിൽ എന്തെങ്കിലും കുതന്ത്രം കൊണ്ടുവന്നാലും ഫൈന്ന അവൻ അതുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് സയബുത്തുലു വയലുമഹില്ലു,
അത് ബാത്തിലാവും, അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും. ഇപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ പുതിയ ഇസ്ലാമിനെ തേടി പോകുന്ന ആളുകൾ ഭയങ്കരമായ അസ്വസ്ഥതയിലാണ്, ഭയങ്കരമായ ബേജാറിലും വെപ്രാളത്തിലുമാണ്. കാരണം ചോദ്യം ചെയ്യലുകളുണ്ട്, പിന്നെ എതിർപ്പുകളുണ്ട്, ഇതിനൊന്നും പ്രമാണങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ട്, പല നിലക്കും അവർ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് അത് പിന്നെ ഷെയ്ഖ് നാസർ സഅദ് റഹിമഹുള്ള പറയാണ്, എന്തെങ്കിലും ഇത്തരം ചിന്തയിലൂടെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതൊക്കെ ആ സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, ഈ വ്യക്തിമ ഒരു സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പര്യവസാനം അത് നാമാവശേഷമാകും, ഒരു നിലക്കും നിലനിൽക്കൂല എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുസ്ലിഹീങ്ങൾ എന്ന് പറഞ്ഞ് നന്മ വരുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരവരുടെ അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹാണ് ഉദ്ദേശിക്കുക. നമ്മൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ മുഖം കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അതേപോലെ വളരെ ഉപകാരപ്രദമായ മാർഗങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തേക്ക് വേണ്ട എന്തെല്ലാം മാർഗങ്ങൾ, പിന്നെ എഴുത്ത് രംഗത്താകട്ടെ, പ്രസംഗ രംഗത്താകട്ടെ, പ്രബോധന രംഗത്താകട്ടെ, ഇസ്ലാം അനുവദിച്ചതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മഅ്മൂറും ബിഹാദ് കൽപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാ കാലത്തും നിലനിൽക്കും എന്ന് ഷെയ്ഖ് നാസർ സഅദ് റഹിമഹുല്ല മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ നന്മ വരുത്തലിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്ലാമിൻ്റെ തുടക്കം ഖരീബാണ്. കാരണം അന്ന് അവിശ്വാസികൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു അപരിതമായിട്ട് അവർക്ക് തോന്നി, അവരെതിർത്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ പിന്നെ മ്യൂസിക് അതെന്താ വേണ്ടേ, അല്ലെങ്കിൽ വേഷവിധാനത്തിൽ പെണ്ണെന്തിനാ പർദ്ദന ഇടുന്നത്, ഇങ്ങനെ പല നിലക്കുള്ള ചോദ്യങ്ങൾ, ഒരു അപരിതമായ ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. അങ്ങനത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ആ അവസ്ഥയിലേക്ക് മടങ്ങും. അന്ന് ഉറബാക്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ ഉറബാക്കൾ? അത് അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ കേട് വന്നാൽ അവരെ നന്നാക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അധർമ്മങ്ങളും അനാശാസ്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ഇതാണ് ഇസ്ലാമിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അതിൻ്റെ എതിരായ ഒരു സംഗതി, അതായത് സമൂഹത്തിന് വളമാകുന്ന കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ കൂടുതൽ കേടുണ്ടാകുകയേ ചെയ്യുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ് മിൻ സുന്നത്തി, എൻ്റെ സുന്നത്തിൽ നിന്ന് ഫസാദായി പോയ ആളുകളെ നന്നാക്കുന്നവർ എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവലുഹ, ഈ ഉമ്മത്തിൻ്റെ തുടക്കക്കാർ എന്തുകൊണ്ടാണോ നന്നായത് അതുകൊണ്ട് തന്നെ ആഖിറോ നന്നാവുള്ളൂ. ഇനി നമ്മൾ ഇന്നൊരു പുതിയ അജണ്ട ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ, ആ ഹദീസ് പറയണ്ട ഈ ആയത്ത് പറയണ്ട എന്നൊന്നും തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ഒരു സമൂഹം പരിവർത്തിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഇനി പരിവർത്തിക്കപ്പെടുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു അപകടത്തേക്ക് ഇത് പോയിട്ടുണ്ടോ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞത് വലാ തുതിയു അംറൽ മുസ്രിഫീൻ, അതിര് വിട്ട ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ തന്നെ പാടില്ല. ഇത് പിന്നെ ഈ ആയത്തിനെ ഇത്തരം അജണ്ടയുമായി ഇറങ്ങിയ ആളുകളും അവരെ അനുകൂലിക്കുന്നവരൊന്ന് ഗൗരവത്തിൽ കാണണം. മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ അതിനെ ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള അതാണ്. എന്നിട്ട് ഖുർആൻ അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക നന്മ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പിന്നെ പല കാര്യങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നെന്താ വെച്ചാൽ മുഖാലിഫത്തിൽ ഹക്ക് എന്ന വിശദീകരണത്തിൽ കാണാം. ഒന്ന് അദ്ദുആത ലഹും ഇല ശിർക്കി വൽ കുഫ്രി വ മുഖാലിഫത്തിൽ ഹക്ക്, ഹക്കിന് എതിരാകുക, അതാണ് ഇവിടെ സത്യം എന്താണോ അതിനെതിരാകുന്നതിലേക്കാണ് അജണ്ട പോകുന്നത്. അല്ലെങ്കിലോ അല്ലദീന തജാവസു അൽ ഹദ്, ഹദ് വിട്ട് കിടക്കുക, ഇസ്ലാം വെച്ച പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട നന്മകളൊക്കെ അവിടെ വരുത്താൻ പറ്റും, പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷേ അതിൽ വിട്ടുപോയാൽ അത് ഏതൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഇന്ന് മാത്രം തുടങ്ങിയതല്ല, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഇത് പറയാം. ഇപ്പോൾ പിന്നെ ഷബാബ് പല ലക്കങ്ങളിലായിട്ട് ഡേറ്റ് മാത്രം വായിക്കുക. 2009 ഇസ്ലാഹി പ്രസ്ഥാനം പുതിയ കാലത്ത് ചെയ്യേണ്ടത് 2009 ഇതിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ 2014 അതേപോലെ തന്നെ സത്യധാരക്ക് ഉമർ സുല്ലമി കൊടുത്തൊരു പിന്നെ അഭിമുഖം 2018 ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പുതിയത് 2023 ജനുവരിയിൽ ഇങ്ങനെ ഓരോന്നിലും എന്താണ് ഇതിലേക്കുള്ള സൂചനകളും മറ്റുമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ഇസ്ലാം പഠിപ്പിച്ചൊരു ഇസ്ലാഹിലേക്കല്ല കൊണ്ടുപോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ അതിൻ്റെ അപകടം എന്താണെന്നുള്ളത് ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇസ്ലാഹി പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ബേസ് ചെയ്തത് ഖുർആനും സുന്നത്തുമാണ്.
ഒരു പരിവർത്തനത്തിന്, സമൂഹത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് അതിനുള്ള ഒരു പ്രധാന പ്രമാണമായിക്കൊണ്ട് ഖുർആനും സുന്നത്തും തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തിരുത്തി കൊണ്ടുവരുന്ന സമയത്ത് ഇന്ന് നമുക്കെതിരെ ഒരു ആൾ നമുക്ക് പ്രസംഗിക്കുന്നത് നമ്മൾ കാലഘട്ടത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇസ്ലാഹ് നടത്താനുണ്ട് എന്ന രൂപത്തിലുള്ളൊരു സംസാരം നമുക്ക് അത് ക്ലിപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എന്നാൽ തൽപരകക്ഷികളായ ആളുകൾ ഈ പ്രസ്ഥാനത്തിലെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറയിളക്കുന്ന തരത്തിൽ പഴയകാല അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി തൗഹീദിൻ്റെ നൂതന വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രമാണത്തിനപ്പുറത്തേക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ യാഥാസ്ഥിക പാളയത്തെപ്പോലും വെല്ലാവുന്ന തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ സന്ദേശങ്ങളെ തച്ചു തകർക്കുന്ന തരത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിസ്ഡം മുജാഹിദ് വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ഒരേപോലെ തന്നെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന കേരളീയ മണ്ഡലത്തെയാണ് ആദർശ പ്രബോധന രംഗത്ത് നാം അഭിമുഖീകരിക്കുന്നത്. ഏതായാലും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുസുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന നമ്മൾ യാഥാസ്ഥികത്വത്തിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായിരിക്കും ഇതിലൂടെ മർക്കസുദ്ദാവക്കാർ ഇസ്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒരു പുതിയ കാലം തേടുന്ന നൂതന ഇസ്ലാഹ് എന്തായിരിക്കും? ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഇഷ്ടം എന്നുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയെ അദ്ദേഹം പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കാം അത്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്ന ചില ആരോപണങ്ങൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറ നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു വിസ്ഡം വിഭാഗം. പുതിയ നൂതന വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ സമൂഹം ഉപേക്ഷിച്ച് കടന്നുപോയ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പുനരാനയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇത് എൻ്റെ സംസാരം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൂഫ് പോയിൻ്റ് ശ്രദ്ധിക്കുന്ന മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും അല്ലാത്തവരോട് നമ്മൾക്ക് വളരെ സ്നേഹത്തോടു കൂടി ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. അതിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും ആരും വരുത്തുകയില്ല, മുജാഹിദുകൾ പ്രത്യേകിച്ചും വരുത്തുകയില്ല. ഇവിടെ നമുക്കറിയാം തൗഹീദ് എന്ന് പറയുന്നത് സമസ്തക്കാരും പറയുന്നു ഞങ്ങൾ തൗഹീദിലാണ്, ഞങ്ങളാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് അഹ്ലുസുന്നയുടെ ആളുകൾ. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സമസ്തയുടെ തൗഹീദും തൗഹീദ് എന്ന് പറയപ്പെടുന്ന വിശ്വാസവും മുജാഹിദുകളുടെ തൗഹീദും തമ്മിൽ അടിസ്ഥാനപരമായി വേർതിരിയുന്നത് എവിടെയാണ്? അത് മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശരിക്കും ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ സമസ്തക്കാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് എന്താണ്? അപ്പോൾ അവർ പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, മുഅ്ജിസത്തും കറാമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവാണ്. അപ്പോൾ അബൗദ്ധികമായ കഴിവുകൾ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മുജാഹിദുകൾ അതിൻ്റെ തുടക്കം മുതലേ പറഞ്ഞു വന്ന കാര്യമാണ്, അങ്ങനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടില്ല. അബൗദ്ധികമായ കഴിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മർക്കസ് ദഅവ വിഭാഗം 2002 നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം അവർ യഥാർത്ഥത്തിൽ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറയെ തകർക്കുന്ന സമസ്തക്കാരുടെ തൗഹീദ് അവരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മളല്ല. സലാം സലമി ഈ അബൗദ്ധികമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ഇല്ല എന്ന് നമ്മൾ ആണയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അല്ല, അബൗദ്ധികമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാൽ സൽഫികൾ പറഞ്ഞു. സമസ്തക്കാർ പറഞ്ഞു അല്ല, അബൗദ്ധിക കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്കുമുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇന്ന് മർക്കസ് ദഅവ വിഭാഗക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനം സലഫികൾ പഠിപ്പിച്ച തൗഹീദിൻ്റെ അടിസ്ഥാനമല്ല, സമസ്തക്കാർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അടിസ്ഥാനമാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സമസ്തയുടെ തന്നെ ഒരു നേതാവിൻ്റെ ക്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേൾക്കാം. അയാൾ പറയട്ടെ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം
അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അബോധികമായ കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ എന്ന് മുജാഹിദുകൾ പഠിപ്പിച്ചതാണ്. അതിനെയാൾ ഗണ്ണിക്കണം. അബോധികമായ കഴിവുകൾ അമ്പിയാക്കന്മാർക്കും മലക്കുകൾക്കും ഒക്കെ ഉണ്ട്. മഹാനായ കുഞ്ഞീദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൽ പറയണം, അബോധികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവൻ്റെ പടപ്പുകൾ ഒരാൾക്കും ആ കഴിവില്ല. അപ്പോൾ ഇതാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ്. എന്നാൽ സമസ്തൻ്റെ തൗഹീദ് എന്താണ്? അബോധികമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്കുമുണ്ട്. ഇനി ഈ സമസ്തയുടെ തൗഹീദിലേക്ക് ഇസ്ലാമിൻ്റെ ആണിക്കല്ലിനെ തകർക്കുന്ന ഈ തൗഹീദിനെ പൊളിക്കുന്ന വാദത്തിലേക്ക് ആരാണോ പോയിട്ടുള്ള വിസ്റ്റല്ല. എൻ്റെ കയ്യിലുള്ള ശബാബ് വാരികയാണ്. ശബാബ് വാരികയിൽ നെല്ലും ബദരും എന്ന് പറയുന്ന ലേഖനം 2013 ജൂലൈ 19 ശബാബാണ്. അതിൽ ഒരു ലേഖനം വന്നു, അബോധിക ശക്തി അള്ളാഹു മാത്രമോ. നിങ്ങളത് ചിന്തിച്ചു നോക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മർക്കസ് ദൈവയുടെ സഹോദരന്മാർക്ക് ശ്രദ്ധിക്കുക. അബോധിക ശക്തി അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അബോധിക ശക്തിയാണ്. അപ്പോൾ അള്ളാഹു അബോധിക ശക്തിയാണ്, പക്ഷെ അള്ളാഹുവിന് പുറമേയും അബോധിക ശക്തികളുണ്ട്. അപ്പം എന്തായി? അതല്ലേ ശിർക്ക്. ഈ വിശ്വാസം യഥാർത്ഥത്തിൽ തനിച്ച് ശിർക്കാണ്. സമസ്തക്കാർ വിശ്വസിക്കുന്ന അതേ വിശ്വാസത്തിൽ വന്ന അതേ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹ് പറയുന്ന ആളുകൾക്ക്. എന്നിട്ട് ആ ശിർക്ക് നമ്മളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന ഒരു ആരോപണം, ഗുരുതരമായ ആരോപണം പറയും. ഇതൊന്നാമത്തെ കാര്യം. വ്യാഖ്യാനം നമ്മളാണ് വരുത്തിയത്. യഥാർത്ഥത്തിൽ സമസ്തക്കാർ എന്താണ് ഇവിടെ ഈ കേരളത്തിൽ പറഞ്ഞ തൗഹീദിൻ്റെ വികലമായ തൗഹീദ്, ആ തൗഹീദ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ ഇവരാണ്. അബൗദികമായ ശക്തി അള്ളാഹു അല്ലാത്തയും ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിറക്കിയിട്ടുള്ള പല പുസ്തകങ്ങളിലും ഈ തൗഹീദ്, ഈ പിഴച്ച തൗഹീദിൻ്റെ അപകടം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ തൗഹീദും നവയാഥാസ്ഥിതിക വ്യതിയാനം എന്ന് പറയുന്ന യുവത ഇറക്കിയൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഈ പിഴച്ച തൗഹീദ്, സമസ്തക്കാരുടെ തൗഹീദ് ഇവർ സ്വീകരിച്ചപ്പോൾ ഉണ്ടായതെന്താ? അദൃശ്യവും അബോധികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മൾ സഹായിക്കാൻ സാധിക്കുള്ളൂ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്ക് നമ്മളെ സഹായിക്കും, അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യം വിശ്വസിച്ചാൽ ശിർക്കും കുഫ്റും സംഭവിക്കും. കാരണം മലക്കിനെ സമസ്തക്കാരെ പോലെ ഇവരെന്താക്കി? അബോധികമാക്കി. മലക്കുകളുടെ കഴിവ് അബോധികമായ കഴിവാണ്. അപ്പോൾ മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന വിശ്വാസം ഇവർ പ്രചരിപ്പിച്ചു. ഇനി മാത്രമല്ല, രണ്ട് കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ആരാണിവിടെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മൾ കൃത്യമായി പഠിക്കണമല്ലോ. പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിലപാടുകൾ സ്വീകരിക്കുക. എന്നിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല പണ്ഡിതന്മാർ പഠിപ്പിച്ച ആദർശത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു നടക്കണം. അല്ലാതെ അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചു നടക്കാൻ പാടില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായിക്കൊണ്ട് തൗഹീദിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വ്യാഖ്യാനിക്കാം. നമ്മൾ ബുഖാരിയുമായി ബന്ധപ്പെട്ട ചർച്ച വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. റസൂൽ മുത്തവാത്തിർ ഹദീസ് പഠിപ്പിച്ച കാര്യമാണ്. പക്ഷേ ആ വിശ്വാസത്തെ സംബന്ധിച്ച് എന്താണ് ശബാബിൽ വന്നത്? അങ്ങനെ അള്ളാഹു ഇറങ്ങിയാൽ അള്ളാഹുവിന് അർശിലിരിക്കാൻ സമയമുണ്ടാവുകയില്ല. ഒരു പരിഹാസ ചോദ്യം. പേരോടിൻ്റെ അതേ വാദം ശബാബിൽ വന്നു. ആരാണ് ഇവിടെ യാഥാസ്ഥികത്തെ തിരിച്ചു നടക്കുന്നത്? പേരോട് മുസ്ലിയർ എന്താണ് പ്രസംഗിച്ചത്, വാഴക്കാട് വെച്ചെന്ത് പ്രസംഗിച്ചോ അതേ വിശ്വാസം ശബാബിലൂടെ പുറത്തു വരുന്നു. അപ്പോൾ ആരാണ് യാഥാസ്ഥികത്തേക്ക് തിരിച്ചു നടക്കുന്നത്? ഇനി മാത്രമല്ല, മുൻഗാമികളായ ആ ഇസ്ലാഹി പണ്ഡിതന്മാരെ പലരും ഇവർക്ക് തള്ളേണ്ടി വരും. മഹാൻ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സൽസബീൽ യാഇബാല്ലയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം ചോദ്യത്തിന് അത് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി ചെറിയ മുണ്ടത്തിൻ്റെ പുസ്തകമാണ്.
ഇത് ശബാബിൽ വന്ന ലേഖനങ്ങൾ പുസ്തകമാക്കിയതാണ്. ഇതിൻ്റെ 78-ാമത്തെ പേജിൽ തന്നെ കൃത്യമായിക്കൊണ്ട് കാണാം. പിന്നെ അബോധികമായ കഴിവ് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് അബോധിക കഴിവ്. പക്ഷെ ഇതിൽ പറയുന്നത് ജിന്നുകളുടെ കഴിവ് അബോധികമാണ്. അപ്പം നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ച തൗഹീദിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഇവരകന്നുപോയി സമസ്തക്കാർക്ക് പറയുന്ന വിശ്വാസത്തിലേക്ക് പോവുകയാണ്. ഇനി പിന്നെ അഞ്ചാമത്തെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, എൻ്റെ കയ്യിലുള്ളത് ഇസ്ലാമിൻ്റെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന അഭിനവ ചേകനൂരിയായിട്ടുള്ള CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് എന്തിനാണ് ഈ പ്രൂഫ് പോയിന്റിൽ മർക്കസ് ദാവ വിഭാഗവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ എന്തിനാണ് CH മുസ്തഫ മൗലവിയെ കൊണ്ടുവരുന്നത് എന്നുള്ളത് മർക്കസ് ദാവക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അതിൻ്റെ ആണിക്കല്ല് അറുത്ത് തകർക്കുന്ന പുസ്തകമാണ്. ഏറ്റവും വലിയ ക്ഷുദ്രകൃതി എന്ന് പറയാവുന്ന ചേകനൂർ മൗലവിക്ക് ശേഷം പറയുന്ന ഏറ്റവും വലിയ ക്ഷുദ്രകൃതിയാണ്. ഇസ്ലാം മാത്രമല്ല എല്ലാ മതങ്ങളും സത്യമാണ്, സർവ്വവേദങ്ങളും സത്യമാണ് എന്നൊക്കെ പറയുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളതിൻ്റെ ഫോട്ടോ ഇവിടെ കാണാം. അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് CM മൗലവി ആലുവ എന്ന് പറയുന്ന ആളാണ്. ഈ CM മൗലവി ആലുവ എന്ന് പറയുന്ന ആളെ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ സാധാരണക്കാർക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ ഈ കരിപ്പൂരിൽ പുറത്തിറങ്ങിയിട്ടുള്ള അവരുടെ സൊവനീർ ഞാൻ എടുക്കാം. ഈ സൊവനീറിൽ KJUവിൻ്റെ സാരഥികൾ കൊടുത്തിട്ടുണ്ട്. KJUവിൻ്റെ ഫോട്ടോ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മദീനി, ജനറൽ സെക്രട്ടറി ജമാലുദ്ദീൻ ഫാറൂഖി, ട്രഷറർ CM മൗലവി. അപ്പോൾ ഈ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയുടെ ട്രഷററായി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഇതിന് അവതാരിക എഴുതിയെന്ന് മാത്രമല്ല, അവതാരികയിലാൾ എന്താ എഴുതിയത്? സർവവേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം ശ്ലാഘനീയമാണ്. സ്വാഗതം ചെയ്തു. ഈ സമ്മേളനത്തിൽ ഇയാൾ പ്രസംഗം തന്നെ ഈ ആശയമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗഹീദിൽ മാത്രമല്ല ഇസ്ലാമിനെ തന്നെ പൊളിക്കുന്ന ആളുകൾക്കുടെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം. അവരല്ലേ ഏകദൈവ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ? ഹദീസിനെ പരിഹസിച്ചവരും അതിനെ തള്ളിയവരും ഒക്കെ കാലഘട്ടത്തിലും ഈ ഒരു റൂട്ടിലൂടെ തന്നെ പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം 6ാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞു. 2002 വിഷയമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് EK അബൂബക്കർ, പിന്നെ EK അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഡോക്ടർ EK അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവ്, അദ്ദേഹം ഒരു ലേഖനം എഴുതി, ആകാശത്തുള്ളവൻ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹു ആകാശത്താണ് എന്ന് അഹ്ലുസുന്നയുടെ അഖീദയാണ്. ഖുർആൻ പഠിപ്പിച്ച അഖീദ, സൂറത്ത് മുൽക്കിൽ അമിൻതും മൻ ഫിസ് സമാ. പക്ഷേ ഈ അഖീദയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം അള്ളാഹു ആകാശത്തെന്ന് പറയാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളുണ്ടായി. അതിന് അബ്ദുൽ ഹക്ക് സുലമി ആമിർ റഹ്മത്തുള്ളാഹി അദ്ദേഹം മറുപടി എഴുതി, ശബാബിൽ തന്നെ മറുപടി എഴുതി. എന്നിട്ട് ഈ സൊവനീറിൽ ഇദ്ദേഹവുമായി കൊണ്ട് ഒരു അഭിമുഖമുണ്ട്. ഈ അഭിമുഖത്തിൽ ആ സന്ദർഭം അയാൾ ഓർക്കണം. എന്നിട്ട് ഇതിൽ പറയാണ്, പിന്നെ അന്ന് പ്രശ്നങ്ങളുണ്ടായി, EKയുടെ വിഷയം ശരിയാണോ തെറ്റാണോ എന്നല്ല പ്രശ്നം, പാരമ്പര്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു പുതിയ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് എതിരെ അസഹിഷ്ണുതയാണ് പ്രശ്നം. പ്രസ്തുത വിഷയത്തിൽ ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് സാന്ദർഭികമായി പറയട്ടെ. ഇവരുടെ പ്രസിഡന്റിന്റെ വിശ്വാസം, മർക്കസ് ദാവ വിഭാഗത്തിന്റെ പ്രസിഡന്റിന്റെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല എന്ന് തുറന്നുവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പം ആരാണ് ഇവിടെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും നൂതന വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് വൈകാരികതയില്ലാതെ തന്നെ വളരെ ശാന്തമായിരുന്ന മർക്കസ് ദാവ വിഭാഗത്തിന്റെ ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഇസ്ലാമിന്റെ അഖീദനെ അറുത്തുകൊണ്ടുള്ളൊരു ഇസ്ലാമിന്റെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരാൾ അള്ളാഹുവിന്റെ വിശ്വാസത്തെ, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു ആകാശത്തിലാണോ ഭൂമിയിലാണെന്ന് എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഫഖദ് കഫറ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരെ ആ വിഷയത്തിൽ ഇയാൾ ഇപ്പൊ അന്ന് വിമർശനം വന്നു. അബ്ദുൽ ഹക്ക് സുലൈം മറുപടി എഴുതി, അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ വിമർശനം പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നു, ഇവിടെ പ്രസിഡന്റ് പറയുന്നു, ഇതിൽ തന്നെ തൗഹീദിന്റെ 3 ഇനങ്ങൾ ചർച്ചയിലൊക്കെ ആലോചിക്കണം എന്നുള്ളത്. അതെ. അപ്പൊ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ചിട്ടുള്ളത്? ശരിക്കും ചിന്തിക്കുക. ഇനി 6ാമത്തെ, പിന്നെ 7ാമത്തെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, അപ്പം നമുക്കറിയാം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ഹദീസുകൾ
ആ ഹദീസുകൾ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളാണല്ലോ. ആ പ്രമാണങ്ങളെ സംബന്ധിച്ച് ചേകനൂരികൾ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള പ്രചരണങ്ങൾ എന്ത് ചെയ്യുക, ഹദീസുകളെ പറ്റി പ്രചരിപ്പിച്ചിട്ട് ഹദീസുകളോട് സമൂഹത്തിന് ഒരു അവമതിപ്പുണ്ടാക്കുക. അപ്പം ഹദീസുകൾ പ്രാമാണികതയും വിമർശനങ്ങളും അബ്ദുസ്സലാം സ്വലം എഴുതിയ പുസ്തകമാണിത്. ഇതിൻ്റെ തുടക്കത്തിൽ ഹദീസും ഖുർആനും തമ്മിലൊരു താരതമ്യം ഇയാൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ് ഇന്നറിയപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, അതിൽ സംശയമില്ലെന്ന് അള്ളാഹു പറയുന്നില്ല. പിന്നെ സംശയം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഹദീസുകൾ സഹാബിമാരുടെ കാലത്ത് പോലും ക്രോഡീകരിച്ചിട്ടില്ല. 2 മുതൽ 4 വരെ ശതകങ്ങളാണ് ഇന്ന് അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ പലതും സമാഹരിച്ച് ക്രോഡീകരിക്കപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ ഹക്കും ബാത്തിലും കലർത്തിയിട്ടുള്ള ഹദീസിനെതിരെ ഊളിരമ്പാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമൊക്കെ ചെയ്ത പണി എന്താ, അതിൽ നിന്ന് സഹീഹ് മാത്രം ക്രോഡീകരിച്ച് കിതാബ് ഉണ്ടാക്കിയെന്നല്ലാതെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അത് ഇമാം ബുഖാരിയുടെ ഹദീസിൻ്റെ കിതാബിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, ഖുർആനിൽ തെളിവ് കണ്ടില്ലെങ്കിൽ മാത്രം നോക്കേണ്ടതാണ് ഹദീസ്. ഇത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ വാദമല്ല. ഖുർആനും ഹദീസും വഹയാണ് എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഒമാ അതാക്കും റസൂൽ ഫഖുദു, ഖുർആനും ഹദീസും അള്ളാഹ് കൊടുത്തതാണ്. മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഖുർആനിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണം ഹദീസിലായിരിക്കും. അപ്പോൾ ഖുർആൻ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേപോലെ നമുക്കറിയാം ലോകത്ത് മുസ്ലിമീങ്ങൾ, ആറാമത്തെ അടുത്ത വിഷയം, ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണ് സംസം വെള്ളത്തിന് മഹത്വമുണ്ട്. ആരാണ് അന്ധവിശ്വാസങ്ങളിലേക്കും അതുപോലെ തന്നെ സമൂഹത്തെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന നമ്മൾ ശരിക്കും ചിന്തിക്കണം. സംസം വെള്ളം രോഗശമനിയോ എന്ന ലേഖനം വന്നത് ചേകനൂരികളുടെ പ്രസിദ്ധീകരണത്തിലല്ല, ശബാബ് വാരികയിലാണ്. 2015 ആഗസ്റ്റ് 14. ഇതിൽ പറയുന്നു സംസമിൻ്റെ പോരിച്ച പറയുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. ആകെ ഒരു ഹദീസ് മാത്രമേ വന്നിട്ടുള്ളൂ, അത് അനുഗ്രഹീതമായ വെള്ളമാണെന്നാണ്. അത് മഴവെള്ളത്തെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായി, ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചത് ചേകനൂരികളാണ്. ചേകനൂരിൻ്റെ പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായി അയാൾ പറയുന്നുണ്ട്. സംസം വെള്ളത്തിൽ 99% മായമെന്ന് പറഞ്ഞ് സംസമിനെ പരിഹസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജറുൽ അസ്വദ്, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത കാര്യം. ആ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത കാര്യത്തിൽ വരെ തർക്കമുണ്ടാക്കി സംശയമുണ്ടാക്കുന്ന പ്രവർത്തനം, ഇതല്ലേ യഥാർത്ഥത്തിൽ നൂതനവാദം? ഇത് മുജാഹിദീങ്ങൾക്ക് പരിചയമുള്ള വാദമാണോ? ഹജറുൽ അസ്വദ്, എന്നിട്ട് ഇതേ പറയാണ്, ആദ്യകാലത്തെ പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജറുൽ അസ്വദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല. കാരണം ഹദീസിൽ നിന്ന് മനസ്സിലായത് സാധാരണ കല്ല് പോലെ ഒരു കല്ലായിട്ടാണ്. അങ്ങനെ ഒരു മുജാഹിദ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഇത് ഈ ഇസ്ലാഹി എന്ന് പറഞ്ഞിട്ട് ഈ പേരിട്ടിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹിനെ തന്നെ അട്ടിമറിച്ച് ഒരു പുതിയ തൗഹീദും ഒരു പുതിയ സുന്നത്തി വ്യാഖ്യാനം ഉണ്ടാക്കാൻ. ചുരുക്കത്തിൽ ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണെങ്കിൽ ഹജറുൽ അസ്വദിനെ മാത്രം റസൂലുള്ളാഹി മുത്തിയെന്താ കാബ ഉണ്ടാക്കിയത് മറ്റു കല്ലുകളെ കൊണ്ടല്ലേ? അതുമാത്രമല്ല, അപ്പം നമുക്കറിയാലോ സഹീൽ ബുഖാരി എത്ര മഹത്വമുള്ള കിതാബാണ്. ആ ബുഖാരിയിലുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലം മുതൽക്കുള്ള നിലപാട്. അതിൻ്റെ സനദ് സഹിതം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവൻ സ്വഹീഹാണ്. ഈ നിലപാടിൽ നിന്ന് 2002 പിളർപ്പിന് ശേഷം ഇവർ പോയി അവസാനം മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന സംവാദത്തിൽ എന്താണ് പ്രഖ്യാപിച്ചത്? സയനിസം. അത് വേണമെങ്കിൽ ഒന്ന് കേൾക്കാൻ കിട്ടും. ബുഖാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും. പറഞ്ഞ ആവശ്യം എന്തായിരുന്നു? ജൂത ഫണ്ട് വാങ്ങിയിട്ട്, വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ, സിയോണിസ്റ്റുകളുണ്ടല്ലോ, ഓക്കെ, ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഖാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇബ്നു ബാസിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്തു. ഇബ്നു ബാസ് അപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്?
സഹീൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കണമെന്ന് വിസ്തൃക്കാർ പറയുന്നത് ജൂദായിസ് ഇറക്കുമതി ചെയ്യാൻ. യഥാർത്ഥത്തിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാന ഷേഖ് മുഹമ്മദ് മൗലവി എഴുതിയിട്ടുണ്ട്. ഈ കിതാബിലെ ഹദീസുകൾ ഇമാം തിരഞ്ഞെടുത്തത് അതിലെ മുസ്നദായ എല്ലാ ഹദീസുകളും ലക്ഷ്യത്തിന് പറ്റുന്നതാകുന്നു. മാത്രമല്ല അൽമനാറിൻ്റെ ഏറ്റവും പ്രഥമ ലക്കത്തിൽ തന്നെ, മൂന്നാമത്തെ ലക്കത്തിൽ തന്നെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. അപ്പോൾ ഈ പ്രമാണങ്ങളെ പരിഹസിക്കാനുള്ള ഒരു നിലപാട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ഇവരാണ്. അതാണ് അവർ ഇസ്ലാമിന്റെ ലക്ഷ്യതാണ്. അത് മാത്രമല്ല, പുതിയ നൂതനങ്ങൾ എന്താണോ ചേകനൂർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളോ പഠിപ്പിച്ചത് അതന്നെ ഇപ്പൊ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം. കെ എം മൗലവി ഇത് എഴുതിയിട്ടുണ്ട്. കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന യുവത പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പുസ്തകം കാലം തേടുന്ന ഇസ്ലാഹ് പറയുമ്പോൾ ഇതൊക്കെ അവർക്ക് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വരുന്നുണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇത് സിഹർ യാഥാർത്ഥ്യമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അമ്മാനിമയുടെ തഫ്സീറിലുണ്ട്. പക്ഷേ ഇന്നവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ പുതിയ തൗഹീദും പുതിയ വ്യാഖ്യാനങ്ങളും നൂതന വ്യാഖ്യാനങ്ങളും കൊണ്ടുവന്നു. ഖബറുൽ ആഹാദ് വിശ്വാസത്തിന് പറ്റില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പിന്നെ സമസ്തയുടെ വാദമാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താ ചോദിച്ചാൽ ഈ ഖബറുൽ ആഹാദ് വിശ്വാസത്തിന് പറ്റില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നിട്ട് ഹദീസ് സമാഹാരം വിശ്വാസം എന്ന പേരിൽ പുറത്തിറക്കുകയും ചെയ്യാം. എന്നിട്ട് അതിൽ ഖബറുൽ ആഹാദ് അല്ലാത്ത ഹദീസുകൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതിനൊക്കെ പുറമെ മതഗ്രന്ഥങ്ങളിൽ തിരിമറി നടത്തുക എന്നുള്ളത് ഇന്നൊരു പ്രശ്നമില്ലാതെയാകുന്നൊരവസ്ഥയാണ് ഇവരുടെ ഒരവസ്ഥ. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് മദീനി എഴുതിയൊരു പുസ്തകമാണിത്, മലക്ക് ജിന്ന് മനുഷ്യന്മാരുടെ പഠനം. ഇതിൽ ഹിഷാമുമായി കൊണ്ട് ബന്ധപ്പെടുന്ന 45-ാമത്തെ പേജിൽ കാണാം. ഹിഷാമുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരു സംഭവം വിശദീകരിക്കുന്ന, ഇത് 148-ാമത്തെ പേജിൽ ഹിഷാമുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ നിന്നൊരു ഉദ്ധരണി കൊടുക്കണം. ഹിഷാമിനെ ദുർബലനാക്കാൻ വേണ്ടി അതുവഴി സിഹറിൻ്റെ ഹദീസിനെ തള്ളാൻ വേണ്ടി ഒരു കുതന്ത്രം കയറ്റാണ്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുഴുവൻ മുഹദ്ദിസുകളും ഹിഷാമിനെ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം അതുവരെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കട്ടാക്കി. മാസപ്പുറവിന്റെ വിഷയത്തിൽ പിന്നെ ഖവാരിജികളെ വഖദ് ഇഹ്തജ ബി ഹിഷാമിൻ ജമീഉൽ അയിമ്മ എന്ന ഭാഗം ഇതിൽ നിന്ന് മനഃപൂർവ്വം കട്ട് ചെയ്തു. അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമേ ഇല്ലാത്ത പ്രവർത്തനം. തൗഹീദിൻ്റെ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിൽ, ഇനി മാത്രം നേരത്തെ മുസ്ലിം പറഞ്ഞ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ, സംഗീതത്തിൻ്റെ വിഷയത്തിലും, ഇപ്പോൾ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ അന്ധവിശ്വാസത്തിലേക്ക് പുനരാനിക്കുന്ന പറയുന്നത് സിഹറിന് ഹഖീഖത്തുണ്ടെന്ന് പറയുന്ന അന്ധവിശ്വാസമാണെങ്കിൽ ഈ കെ എം മൗലവി അന്ധവിശ്വാസിയായിരിക്കും, അമാനുപോലെ അന്ധവിശ്വാസിയായിരിക്കും. ഒന്നാമത്തെ പ്രസിഡന്റ് അന്ധവിശ്വാസിയാണെങ്കിൽ എന്തായിരിക്കും ആ പ്രസ്ഥാനത്തിൻ്റെ കഥ? അപ്പം ഇങ്ങനെ പുതിയ നൂതനവാദങ്ങൾ ഇത് യഥാർത്ഥത്തിൽ എവിടെയൊക്കെ പോകുന്നുള്ള മുജീബ് റഹ്മാൻ കിനാലൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിച്ച് കാണാൻ കഴിയും. അവരുടെ പ്രസിഡൻ്റായിരുന്നു ISMൻ്റെ ചേകനൂർ മൗലവി നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ അവസാനം എവിടെ എത്തിയെന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു മർക്കസ് ദവക്കാരും ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചുരുക്കത്തിലുള്ളൂ, യഥാർത്ഥത്തിൽ ഇസ്ലാഹ് സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഇസ്ലാഹ് ഇതല്ല. ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ച് പ്രമാണത്തിൽ നിരക്കാത്ത കാര്യങ്ങളെ തള്ളുക, ഇതാണ് ഇസ്ലാം. ഇതേ സമയത്ത് ഖുർആനും സുന്നത്ത് സ്വീകരിക്കുക എന്ന് പറയും, എന്നിട്ട് ഖുർആനും സുന്നത്തിനെ എന്തെങ്കിലും തള്ളുന്ന രീതി, അത് ഇസ്ലാഹ് അല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇസ്ലാഹ് എന്നുള്ളത് കാലം തേടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് കാലത്തും അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പുനരുദ്ധാരണം, ഒരു നവോത്ഥാനം കൊണ്ടുവരിക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷേ അതിനുള്ള ഏറ്റവും അടിസ്ഥാനം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ ഹദീസുകളെയും അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്ലാഹ് നടത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അതിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹിയത്തുള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.